ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ? കമ്പനിയുടെ കാര്യത്തിലായാലും വീട്ടിലെ കാര്യത്തിലായാലും പൂർണിമ തീരുമാനം എടുക്കും, ബാക്കി എല്ലാവരും അതനുസരിക്കും. അവള് കൊണ്ടുവരുന്ന പേപ്പറിലെ എന്താ ഏതാന്ന് നോക്കാതെ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കും. എന്നേക്കാൾ നന്നായിട്ട് പൂർണിമയ്ക്ക് ബിസിനസ് നോക്കി നടത്താൻ അറിയാവുന്ന എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിനുള്ള കഴിവൊക്കെ പൂർണിമയ്ക്കുണ്ടെന്നുള്ള കാര്യത്തില് ഇവിടെ ആർക്കും ഒരു സംശയമില്ല. പക്ഷേ അവസാനം ഈ കുടുംബത്തിലെ സ്വത്തുക്കളെല്ലാം അവൾക്കും അവൾക്ക് വേണ്ടപ്പെട്ടവർക്കും മാത്രമായി പോയി കഴിഞ്ഞാ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണമെന്ന് കൂടി നിങ്ങളൊന്നും പറഞ്ഞു തരണം. നീ ചിന്തിക്കുന്ന പോലെ സ്വാർത്ഥതയും ദുഷ്ടതയും നിറഞ്ഞ രീതിയിൽ പൂർണിമ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാവർക്കും കിട്ടേണ്ടത് എല്ലാം കൃത്യസമയത്ത് കിട്ടിക്കോളും. അതോർത്ത് നീ വെറുതെ ടെൻഷൻ ആവണ്ട. ഓ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ നാവടക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ആ കിരണിനെയും ദുർഗയും എന്തിന്റെ പേരിലാ ഇവിടെ കയറ്റി താമസിപ്പിച്ച് സൽക്കരിക്കുന്നത്? ദേ, അവർക്ക് വേണ്ടി പൂർണിമ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്. ഇതിനൊക്കെ എടുത്ത് ചെലവാക്കുന്നതേ ഈ തറവാട്ടിലുള്ളവർ അനുഭവിക്കേണ്ട സ്വത്തുക്കളല്ലേ? ഇതൊക്കെ നിങ്ങൾ ചോദിക്കാത്ത എന്താ? അതോ നിങ്ങൾക്ക് പൂർണിമയെ പേടിയാണോ? ചന്ദ്രൻ, ഞാൻ എന്തിനാ പൂർണിമയെ പേടിക്കുന്നത്? അങ്ങനെ പേടിയില്ലെങ്കിലേ അവളോട് പറ, കിരണിനെയും ദുർഗയും പറഞ്ഞുവിടാ. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങളുടെ നിൽപ്പ് കണ്ടാ തോന്നുമല്ലോ നിങ്ങളുടെ എന്തോ വലിയ രഹസ്യം അവൾക്കറിയാവുന്ന. അതെന്ത് തേങ്ങയായാലും മാങ്ങയായാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് ആ കിരണിനെയും ദുർഗയും ഇവിടെ ഇറക്കി വിട്ടേ പറ്റൂ. അവർക്ക് എങ്ങനെ താല്പര്യം ഉണ്ടാവും ഗിരിജെ? ഇന്ദ്രപ്രസ്ഥത്തിന്റെ യഥാർത്ഥ അവകാശി വരാൻ പോകുന്നറിയുമ്പോ ചിലരുടെയൊക്കെ ഉള്ളൊന്ന് കത്തുവല്ലോ. കേട്ടല്ലോ ദുർഗെ, എന്റെ പ്രഗ്നൻസി കൺഫേം ആയി. ഈ തറവാട്ടിലെ അടുത്ത തലമുറ എന്റെ വയറ്റിലാ വളരുന്നേ. ഇപ്പോഴേ ഇവിടെ എല്ലാവർക്കും ഞാനാ പ്രധാനം. നിനക്കും ഇവനും ഇനി ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഷി. പിന്നെ കൺഗ്രാറ്റ്സ്. നിന്റെ കൺഗ്രാറ്റ്സ് ഒന്നും എനിക്ക് വേണ്ട. പിന്നെ നിന്റെ സന്തോഷം, ആ അഭിനയം പൂർണിമ ചേച്ചിയുടെ അടുത്ത് മതി. എന്റെ മുന്നിൽ ഇറക്കണ്ട. എന്റെ കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ളൂ നിനക്കൊക്കെ ഇവിടെ സ്ഥാനം. ഇനി അധികം നാൾ ഇവിടെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ട. നാണോ മാനോ ഉള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. നീ ഈ വീട്ടിലെ മരുമകളും ഇവര് അഭയാർത്ഥികളും. ആ വ്യത്യാസമുണ്ട് മോളെ. മതി, നിർത്ത്. അക്ഷിത പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ എന്ന് കരുതി ദുർഗയെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, അതിനാർക്ക് വേണം നിന്റെ സമ്മതം? ഇനി ഈ ഇന്ദ്രപ്രസ്ഥ എന്റെ മോളുടെയും അവളുടെ കുഞ്ഞിന്റെയും കീഴിലായിരിക്കും. അത് കണ്ടു നിന്ന് സഹിക്കാൻ നിനക്ക് ഇവനൊന്നും പറ്റില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് രണ്ടും ഇറങ്ങി പോകാൻ നോക്ക്. എന്താടി നീ മിണ്ടാത്തെ? നിന്റെ നാവിറങ്ങിപ്പോയോ? എന്റെ കുഞ്ഞു വരുമ്പോ നിനക്ക് ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും ഉണ്ടാവില്ല. സത്യം പറഞ്ഞ ഈശ്വരൻ ഇത്രയും പെട്ടെന്ന് നിനക്കും പൃഥ്വിക്കും ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചത് ഇവളുടെ അഹങ്കാരം തീർക്കാനാ. നാശകം. അഭയാർത്ഥികളെ പോലെ വലിഞ്ഞു കയറി വന്നവർക്ക് വീട്ടുകാരാവാൻ പറ്റില്ലെന്ന് ഇനിയെങ്കിലും ഇവറ്റകളൊന്ന് മനസ്സിലാക്കട്ടെ. താ വാ ദുർഗേ, എന്തിനാ അതൊക്കെ കേട്ട് നിൽക്കുന്നേ? അകത്തേക്കല്ല. അഭിമാനം ഉള്ളവനാണെന്നുണ്ടെങ്കിൽ ഇവളെയും വിളിച്ചും കൊണ്ട് വീടിന് പുറത്തേക്ക് പോകും. ഇവരെങ്ങോട്ട് പോവാൻ? പാവം, തന്തയും തള്ളയൊന്നും ഇല്ലാത്ത അനാഥരായി പോയില്ലേ അപ്പച്ചി? അമ്മ എന്തിനാ കിരണിന്റെയും ദുർഗയുടെ കാര്യത്തിൽ അമ്മാവനെ വിളിക്കുന്നേ? എനിക്ക് സഹായം ചോദിക്കാൻ ഏട്ടൻ മാത്രമല്ലേ ഉള്ളൂ പൃഥ്വി. അമ്മാവൻ വിചാരിച്ചല്ലേ ഈ കാര്യത്തിന് ഒരു സൊല്യൂഷനും കിട്ടാൻ പോകുന്നില്ല. അതങ്ങനെയല്ല പൃഥ്വി. പിന്നെ ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മളെ സഹായിക്കാൻ ഏട്ടനെ കൊണ്ട് സാധിക്കൂ. അതൊക്കെ അമ്മയുടെ വെറും തോന്നല. ദുബായ് കഴിയുന്ന പുള്ളിക്ക് ഇവിടുത്തെ ലോക്കൽ ആളുകളുമായി യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. വല്ലപ്പോഴും നാട്ടിൽ വന്ന് ആടിനെയും പശുവിനെയും നോക്കുന്ന പോലെ എളുപ്പമല്ല കിരണിനെയും ദുർഗയും പോലെയുള്ളവരെ ഒതുക്കുന്നത്. എങ്ങനെയായാലും ഈ കാര്യത്തിന് ഉടനെ ഒരു പരിഹാരം കാണണം. ഇപ്പതാ അശ ഗർഭിണിയാണ്.
ഉടനെ നിന്റെ കുഞ്ഞ് വീട്ടിലേക്ക് വരും. അപ്പൊ ഒരു കരടായി ഈ കിരണും ദുർഗ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ വൈകാതെ കിരണും ദുർഗയും ഈ വീട്ടിൽ നിന്ന് പോവും. ഇങ്ങനെ വെറുതെ പറഞ്ഞ കാര്യമില്ല പൃഥ്വി. ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി സഹായം ചോദിച്ച ആരെയും വിളിക്കണ്ട, പ്രത്യേകിച്ച് അമ്മാവന്. അമ്മാവനെ വിളിച്ച് സഹായം ചോദിക്കുമ്പോഴേ അവിടെ കൊച്ചാവുന്നതേ ഞാനാ. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തോണ്ട് ഞാൻ സഹായം ചോദിക്കുകയാണെന്നേ അമ്മാവൻ കരുതൂ. ഏട്ടൻ അങ്ങനൊന്നും വിചാരിക്കില്ല. ഇനിയിപ്പോ അഥവാ അങ്ങനെ കരുതിയാൽ തന്നെ അന്യനൊന്നും അല്ലല്ലോ. ഇവരുടെ കാര്യത്തില് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ചെറുതാകുന്നത് എനിക്ക് സഹിക്കില്ല. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആരോടും ഇനി സഹായം ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവറ്റകളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ അതിന്റെ ദോഷം നമുക്ക് മാത്രമല്ല. എനിക്കറിയാം, അമ്മ പേടിക്കാതെ. ഈ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. എത്രയും പെട്ടെന്ന് മഹാദേവൻ അങ്കിളിനെ കൊണ്ട് കിരണിന്റെ കാര്യം സമ്മതിപ്പിച്ചെടുക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതത്ര എളുപ്പമാണെന്ന് തോന്നില്ല. അങ്ങനെ പിന്മാറുന്നതിൽ അർത്ഥമില്ല കിരൺ. ആവശ്യക്കാരൻ നമ്മളാ.